രാവിലെ തന്നെ മോളെയും കൂട്ടി ഇറങ്ങി കേട്ടോ. ഓണം കഴിഞ്ഞ് ക്ലാസ് തുറക്കുന്ന ദിവസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ക്ലാസ് കട്ട് ചെയ്തു കേട്ടോ. മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം, ഒപ്പം എനിക്കിന്നൊരു ബാങ്കിലും കൂടി പോകണം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ ആണെങ്കിൽ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കാത്തു നിന്നെങ്കിലും പിന്നെ ഒട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ടു. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി അവിടുന്ന് അടുത്ത ബസ് കയറി നേരെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപാട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. അവൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്ന് ആകെ ബഹളമാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മുൻകൂട്ടി അവൾ വിശക്കുന്നെന്ന് പറയുന്നതിന് മുന്നേ അവൾക്ക് പോയിട്ട് ചായയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അവൾക്ക് ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തു. ഞാനും ഒപ്പം കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ടാമത്തെ തവണയാണ് കാണിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടി കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴും ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് നേരം അവിടെയും കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എല്ലായിടത്തും പോയി കാത്തിരുന്ന് അവസാനം ഡോക്ടർ വന്നു. ഡോക്ടർ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പം ഇന്ന്